പോലീസിനും മാധ്യമങ്ങൾക്കും സോളാർ കമ്മീഷന്റെ രൂക്ഷ വിമർശനം. തെളിവ് ശേഖരിക്കുന്നതിനുള്ള ശ്രമം പോലീസും മാധ്യമങ്ങളും പരാജയപ്പെടുത്തിയെന്ന് സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ വിമർശിച്ചു. കമ്മീഷന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുള്ള പ്രവൃത്തിയെ പരിഹാസ്യമാക്കിയെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. തെളിവ് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ച ദിവസം രാവിലെ 9 മണിക്ക് ബിജു രാധാകൃഷ്ണനെ കമ്മീഷൻ ഓഫീസിലെത്തിക്കണമെന്ന് ജസ്റ്റിസ് ജി ശിവരാജൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 10:30യോടെയാണ് പോലീസ് ബിജുവിനെ എത്തിച്ചത്. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വൈകിട്ട് 3:45 കമ്മീഷൻ ഓഫീസിൽ നിന്നും തെളിവെടുപ്പ് യാത്ര തുടങ്ങിയത് മുതൽ പോലീസും മാധ്യമങ്ങളും ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ഇത് ദൗത്യം പരാജയപ്പെടുന്നതിന് കാരണമായെന്ന് കമ്മീഷൻ വിമർശിച്ചു. നടപടി രഹസ്യമായിരിക്കണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിച്ചത്. പാലക്കാട് നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അനുഗമിച്ചത് ശരിയായില്ലെന്നും ജസ്റ്റിസ് ജി ശിവരാജൻ വിമർശിച്ചു. അതേസമയം കമ്മീഷനെയും മാധ്യമപ്രവർത്തകരെയും താൻ കബളിപ്പിച്ചിട്ടില്ലെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷനോട് പറഞ്ഞു. 100% സത്യസന്ധമായ കാര്യങ്ങളാണ് താൻ പറഞ്ഞത്. തെളിവ് ഹാജരാക്കാൻ താൻ വീണ്ടും തയ്യാറാണെന്ന് ബിജു അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയതുപോലുള്ള ഒരവസരം ഇനി കമ്മീഷൻ നൽകുന്നില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കി. കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബിജുവിന് സരിതയെ നേരിട്ട് വിസ്തരിക്കാൻ കമ്മീഷൻ അനുമതി നൽകിയില്ല. എന്നാൽ ബിജുവിന്റെ സാന്നിധ്യത്തിൽ വക്കീലിന് സരിതയെ വിസ്തരിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. RSP ദേശീയ സമ്മേളനത്തിൽ കേരള ഘടകത്തിന് രൂക്ഷ വിമർശനം. പശ്ചിമബംഗാൾ, ത്രിപുര, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ദേശീയ നയത്തിന് വിപരീതമായി കേരള ഘടകം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതിനെതിരെ ആഞ്ഞടിച്ചത്. അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ പ്രത്യേക പ്ലീനം ചേർന്ന പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. ദേശീയ നയത്തിൽ നിന്നും വ്യതിചലിച്ചാണ് കേരള ഘടകം കോൺഗ്രസിന് ഒപ്പം ചേർന്നതെന്ന് ദേശീയ സമ്മേളനം വിലയിരുത്തി. കേരള ഘടകത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുമെന്ന് ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. മറ്റ് സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിനെതിരെ തിരിഞ്ഞതോടെയാണ് പിളർപ്പ് ഒഴിവാക്കാൻ പ്ലീനം വിളിക്കാമെന്ന തീരുമാനത്തിലേക്ക് ദേശീയ സമ്മേളനം എത്തിച്ചേർന്നത്. There is some dispute in the party with regard to the decision taken by the Kerala state unit of the party with regard to aligning with the Congress. കേരളത്തിൽ നിന്നുള്ള യുവജന വിഭാഗം നേതാക്കൾ പാർട്ടി തെറ്റുതിരുത്തി ഇടതുപക്ഷത്തേക്ക് തിരിച്ചു പോകണമെന്ന പ്രമേയം മുന്നോട്ട് വെച്ചു. പാർട്ടി ഇപ്പോൾ തകർച്ചയിലേക്കാണ് നീങ്ങുന്നതെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കോൺഗ്രസ് കാലുവാരിയെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഈ പ്രമേയം വിശദമായി ചർച്ച ചെയ്യാതെ സമ്മേളനം പിരിഞ്ഞു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ദേശീയ നയത്തിൽ നിന്നും വ്യതിചലിച്ച നേതൃത്വത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് പ്രമേയം അവതരിപ്പിച്ച യുവജന നേതാക്കൾ പറഞ്ഞു. 34 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായിരുന്ന പാർട്ടി ഇത്. ആ പാർട്ടി കേവലം ഒരു സീറ്റിന് വേണ്ടിയിട്ട് പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. RSP തിരിച്ചുവന്ന് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് RSP സംസ്ഥാന ഘടകമാണെന്ന് PB അംഗം പ്രകാശ് കാരാട്ടും പ്രതികരിച്ചു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പാരീസ് കാലാവസ്ഥാ ഉച്ചകോടി ഞായറാഴ്ച വരെ നീട്ടാൻ തീരുമാനം. സംയുക്ത പ്രമേയം തയ്യാറാക്കിയതിൽ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിനാലാണ് തീരുമാനം. കാർബൺ ബഹിർഗമനം കുറച്ച് ആഗോളതാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ലോകരാജ്യങ്ങളും ഒപ്പുവെക്കുന്ന കരാർ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ലക്ഷ്യം കാണാതെ നീളുകയാണ്. മന്ത്രിതല ചർച്ചകൾ ഇന്ന് പൂർത്തിയാക്കി നാളെ പാരീസ് കാലാവസ്ഥാ കരാറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം സമ്മേളനം അവസാനിപ്പിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അന്തിമ കരാറിന് മേൽ ഭിന്നത തുടരുകയാണ്. കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ചുമക്കാനാവില്ല എന്ന നിലപാടിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉറച്ചു നിൽക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. അമേരിക്കൻ സെക്രട്ടറി ജോൺ കെറി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമുണ്ടായില്ല. അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളിയ വികസിത രാജ്യങ്ങൾക്ക് ആഗോളതാപനം തടയുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടോ? മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കാൻ വികസിത രാജ്യങ്ങൾ ബാധ്യസ്ഥരാണോ? കാർബൺ ബഹിർഗമനത്തിന്റെ അളവ് പരിശോധിക്കാൻ സുതാര്യമായ സംവിധാനം കൊണ്ടുവരാനാവുമോ തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. എന്നാൽ ഇത്തരം വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിൽ പാരീസ് ഉച്ചകോടി പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.
പരിസ്ഥിതി വിഷയങ്ങളല്ല, രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഇവിടെ ചർച്ചകൾ നയിച്ചിരുന്നത്. പീപ്പിൾ ടിവിക്ക് വേണ്ടി പാരീസിൽ നിന്ന് കെ രാജേന്ദ്രൻ. ഫോണിന് ബാറ്ററി ലൈഫ് കിട്ടുന്നില്ലെന്നും നെറ്റ് ഉപയോഗിക്കുന്നതോടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നെന്നുമുള്ള പരാതി ഏറെയാണ്. പരാതിക്കാർക്കിത് ഒരു സന്തോഷ വാർത്ത. ലോകത്ത് ഇന്ന് വരെ ഒരു മൊബൈൽ കമ്പനിയും എത്തിച്ചിട്ടില്ലാത്ത അത്രയും ബാറ്ററി കരുത്തിൽ പുതിയ സ്മാർട്ട് ഫോൺ വരുന്നു. 10,000 mAh ബാറ്ററി കരുത്തിലാണ് പുതിയ ഫോൺ വിപണിയിലെത്താൻ ഒരുങ്ങുന്നത്. ചൈനീസ് ഹാൻഡ്സെറ്റ് നിർമ്മാതാക്കളായ ഓക്കിറ്റലാണ് ഫോൺ വിപണിയിലെത്തിക്കുന്നത്. $239 അഥവാ ഏകദേശം 16,000 രൂപയായിരിക്കും ഫോണിന്റെ വില. ഓക്കിറ്റൽ K10,000 എന്നാണ് ഫോണിന്റെ പേര്. ലോലിപോപ്പ് 5.1 വെർഷൻ OSലാണ് പ്രവർത്തിക്കുക. ഡ്യുവൽ സിം ഡ്യുവൽ സ്റ്റാൻഡ് ബൈയിൽ 4G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യും. മൈക്രോ സിം ആകും സപ്പോർട്ട് ചെയ്യുക. 5.5 ഇഞ്ച് HD IPS ഡിസ്പ്ലേ, 1 GHz ക്വാഡ് കോർ മീഡിയാടെക് പ്രോസസർ, 2 GB RAM, 16 GB internal storage, 8 megapixel pin camera, 2 megapixel front camera, HD റെക്കോർഡിംഗ്, ഫേസ് ഡിറ്റക്ഷൻ, ഫേസ് ബ്യൂട്ടി, പനോർമ ഷോട്ട് എന്നീ പ്രത്യേകതകൾ കൂടിയുണ്ട് ഫോണിന്. ഷെയ്ക്ക് ആവാത്ത ആന്റി ഷെയ്ക്ക് സാങ്കേതിക വിദ്യയും ഫോണിന്റെ ക്യാമറയിലുണ്ട്. ഇതിനെല്ലാം പുറമെ റിവേഴ്സ് ചാർജിംഗ് ഉണ്ടെന്നതാണ് പ്രധാന പ്രത്യേകത. അതായത് ഫോൺ ഒരു പവർ ബാങ്കായും ഉപയോഗിക്കാം. 3 iPhone 6s ഫോണുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. K10,000 ഇപ്പോൾ ഓൺലൈനായി പ്രീ ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ബുക്കിംഗുകൾക്ക് ഡിസ്കൗണ്ടും കമ്പനി പ്രഖ്യാപിച്ചു. 2,500 രൂപ കിഴിച്ച് 13,500 രൂപയ്ക്ക് തുടക്കത്തിൽ ഫോൺ ലഭ്യമാകും. ജനുവരി 21 മുതൽ ഫോൺ ലഭ്യമായി തുടങ്ങും. ന്യൂസ് ഡെസ്ക്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വർണ്ണാഭമായ സമാപനം. സുവർണ ചകോർ പുരസ്കാരം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങൾ ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ നേടി. സുവർണ ചകോരം ആജീവനാന്ത പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ ദാരുഷ് മെഹുർജിക്ക് സമ്മാനിച്ചു. ചരിത്ര നിമിഷങ്ങൾക്കാണ് 20ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സമാപന വേദി സാന്നിധ്യം വഹിച്ചത്. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മികച്ച നേട്ടം സമ്മാനിച്ചുകൊണ്ടാണ് ദേശീയ പുരസ്കാരം നേടിയ ഒറ്റാൽ സുവർണ ചകോരം ഉൾപ്പെടെ 4 അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. സുവർണ ചകോരത്തിന് പുറമെ ഫിപ്രസി മികച്ച സിനിമയായും മികച്ച പ്രേക്ഷക ചിത്രമായും നെറ്റ് പാക്ക് അവാർഡുമാണ് ഒറ്റാൽ നേടിയത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഫിലിപ്പൈൻസ് ചിത്രം ഷാഡോ ബിഹൈൻഡ് ദ മൂണിനായി ജൂൺ റോബിൻസ് ലാന നേടി. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ജലാൽ സ്റ്റോറിക്കായി ബംഗ്ലാദേശ് സംവിധായകൻ അബു ഷാഹിദ് ഇമോൺ കരസ്ഥമാക്കി. ഫിപ്രസി മികച്ച മലയാളം സിനിമയായി സനൽകുമാർ ശശിധരന്റെ 70 ദിവസത്തെ കളി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫിഫ്കയുടെ സമഗ്ര സംഭാവന പുരസ്കാരം KG ജോർജിന് നൽകി ആദരിച്ചു. 20ാമത് മേളയിലെ ആജീവനാന്ത പുരസ്കാരം ഇറാനിയൻ സംവിധായകൻ ദാരുഷ് മെഹ്റുജിക്കും നൽകി. ഗവർണർ P സദാശിവമാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച മാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരങ്ങളടക്കം ചടങ്ങിൽ വിതരണം ചെയ്തു. മലയാളം സിനിമയ്ക്ക് ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് 20ാമത് രാജ്യാന്തര ചലച്ചിത്രമേള സമാപിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ RK കുമാറിനൊപ്പം S ഷീജ. തിരക്കാഴ്ചകൾക്ക് തിരശ്ശീല വീഴുമ്പോൾ സിനിമകൾക്ക് പുറമെ മേള സമ്മാനിച്ച കാഴ്ചകളും വർണ്ണാഭമാണ്. മേളയുടെ ഓരോ ദിനത്തിലും പ്രതിനിധികളെ വരവേറ്റത് നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളുമായിരുന്നു. മധുരിക്കുന്ന ഓർമ്മകളാണ് 20ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചത്. അത് കേവലം സിനിമകളിൽ മാത്രമല്ല, സിനിമയ്ക്ക് പുറത്തെ മേളയിലുണ്ടായ കാഴ്ചകളും അതുതന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സിനിമയുടെ ഇടവേളകളിൽ നാടൻ പാട്ടുകൾ നിറഞ്ഞുനിന്നു. അതുമാത്രമല്ല, കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയെ മേളയിൽ പട്ടണം റഷീദിന്റെ മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണികൾക്ക് മുന്നിലെത്തിച്ചു.
ഇതുകൊണ്ടും തീരുന്നില്ല. ഇനിയൊരു തെയ്യം കണ്ടു നോക്കിയാലോ? കാണികളെ പോലും ആവേശത്തിലാഴ്ത്തിയായിരുന്നു തെയ്യം എത്തിയത്. തീർത്തും യുവത്വം കീഴടക്കിയ ഈ മേള സിനിമയ്ക്ക് പുറത്തെ ഈ കാഴ്ചകളെയെല്ലാം ഉത്സവ പ്രതീതിയിലാണ് ഉൾക്കൊണ്ടത്. RK കുമാറിനും രാഹുൽ ചന്ദ്രനുമൊപ്പം S. ഷീജ, തിരുവനന്തപുരം. ചായ കുടിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. പലർക്കും ദിവസത്തിൽ കൃത്യമായ ഇടവേളകളിൽ ചായ ലഭിച്ചില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയുമാണ്. ഇന്നാകട്ടെ ചായയുടെ വ്യത്യസ്ത തരങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഇതാ വൈവിധ്യമാർന്ന ചായകളും അവയുടെ ഗുണങ്ങളും. ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ചായയാണ് ഗ്രീൻ ടീ. മോളിക്യൂളുകൾക്കെതിരെ പോരാടുന്ന ആന്റി ഓക്സിഡന്റായ ഇജിസിജി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടീയിൽ. മൂത്രാശയാർബുദം, സ്ഥാനാർബുദം, ശ്വാസകോശാർബുദം, ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയടക്കം പല രോഗങ്ങൾക്കും ഗ്രീൻ ടീ പ്രതിവിധിയാണ്. അൾഷിമേഴ്സ് തടയുന്നതിലും ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കാനും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് അത് ഒഴിവാക്കാനും ഗ്രീൻ ടീ ഏറെ നല്ലതാണ്. കടും ചായ എന്ന് നല്ല മലയാളത്തിൽ അറിയപ്പെടുന്ന ബ്ലാക്ക് ടീ വ്യാപകമായും ഉപയോഗിച്ചു വരുന്നുണ്ട്. പുകവലിക്കാരിൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന തകരാറുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കടുംചായ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഹൃദയാഘാതം വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. വെയിലത്തോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ വഴി ഉണക്കിയെടുക്കുന്ന തേയില ഉപയോഗിച്ചുണ്ടാക്കുന്ന ചൈനീസ് ചായയാണ് ഓലോങ് ടീ. രക്തം കട്ടപിടിക്കുന്നതിന് കാരണമായി പറയപ്പെടുന്ന ഘടകങ്ങളെ അലിയിച്ചു കളയും എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അധികം സംസ്കരണ നടപടികളിലൂടെ കടന്നുപോകാത്ത വൈറ്റ് ടീ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ചായയാണ്. മൂലധാതുക്കൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വൈറ്റ് ടീ അത്യുത്തമമാണ്.